ഈ സീസണിന്റെ സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മൾ വിചാരിക്കുന്ന കാര്യമാണ് ഈ സീസണിലെ മെയിൽ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ബാക്കിയുള്ള ഫീമെയിൽ കണ്ടസ്റ്റൻസിനെയും അതുപോലെ വീക്കായ പ്ലെയേഴ്സിനെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം മെയിൽ കണ്ടസ്റ്റൻസ് തമ്മിൽ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആവുമെന്ന്. അപ്പോൾ അതാണ് നമുക്ക് ഇപ്പോഴത്തെ പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മുടെ അക്ബറും ഷാനവാസും അപ്പാനി ശരത്തും എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ടാണ് ബാക്കിയുള്ളവരോട് സംസാരിക്കാൻ അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ നമുക്ക് പ്രൊമോയിൽ കാണാൻ സാധിക്കുന്ന അക്ബറും അതുപോലെ ഷാനവാസും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് രുദ്രനൊക്കെ അങ്ങനെ സീരിയലിൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് നാളെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ അപ്പാനി ശരത്തും അനീഷും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. അത് ഓൾറെഡി നമുക്ക് അറിയാം. അപ്പാനി ശരത്തും അനീഷും തമ്മിൽ നല്ല രീതിയിലൊരു രസചേർച്ച ഉണ്ട്. ഒട്ടും തമ്മിലൊരു ഇതില്ല അവർ തമ്മിൽ. കാരണം ഓൾറെഡി ആ ഒരു കൺഫെഷൻ റൂമിലോട്ട് ആരാദ്യം പോകും എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് അറിയാം. അനീഷ് പോണോന്ന് പറഞ്ഞപ്പോ നീ ആദ്യം റൂൾ ബുക്ക് വായിക്കണ ചെറുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പനിശരത്ത് പറഞ്ഞതാണ്. അപ്പൊ അതേപോലത്തെ ഒരു സംഭവം ഇതിലും കാണാൻ സാധിക്കുന്നത്. അനീഷിന് രാത്രി ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ നിങ്ങളൊന്നും മിണ്ടായിരിക്കും എനിക്ക് ഉറങ്ങണം എന്നൊക്കെ പറയുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ എന്തായാലും നാളെ അനീഷും അപ്പാനി ശരത്തും അതുപോലെ തന്നെ ഷാനവാസും അക്ബറും തമ്മിലുള്ള അടിയൊക്കെ കാണാം. പിന്നെ അടുത്ത ചെസ് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ അഭിലാഷ് ആയിരിക്കും. അപ്പൊ അഭിലാഷിന്റെ വക എന്താണെന്നുള്ളതൊക്കെ നാളത്തെ പ്രൊമോയിൽ നമുക്ക് കാണാം. അപ്പൊ ബിഗ് ബോസിന്റെ റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.